അപ്പം എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തേക്ക് സ്വാഗതം ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ ഞാൻ ഓരോ ദിവസം ഇടുന്ന വീഡിയോകൾ കണ്ടിട്ട് നല്ല നല്ല കാര്യങ്ങൾ പിടിച്ചിട്ടും അതുമാതിരി പറയുന്നവർ ഒത്തിരി പേരുണ്ട്. അവർക്കൊക്കെ ഒത്തിരി നന്ദി പറയുകയാണ്. ഇന്ന് നമ്മുടെ തോമാസ് ലീഗ നമ്മുടെ പാലയൂരിൽ വന്നിട്ട് എന്നിലൂടെ ഉണ്ടായ ചെറിയൊരു കുറച്ച് അനുഭവങ്ങൾ നമുക്ക് കേട്ട് നോക്കിയാലോ. അപ്പോൾ ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. എനിക്ക് ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 10-30 വർഷത്തിന് മുന്നേ, എനിക്ക് പാലൂർ പള്ളിയിലേക്ക് പോകാനായിട്ട് എനിക്ക് സാധിച്ചു. പാലൂർ പള്ളിയിലേക്ക് എങ്ങനെ പോകാൻ സാധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരു ദിവസം എൻ്റെ വീട്ടിൽ നിന്ന് കാലത്ത് തൊട്ട് വൈകുന്നേരം വരെ ഒരു ഓട്ടോ വണ്ടിയിൽ കറങ്ങി പാലൂർ പള്ളിയിൽ പോയി, പാവർട്ടി പള്ളിയിൽ പോയി, അങ്ങനെ കുറച്ച് ബന്ധുക്കാലൊക്കെ പോയി, കടൽ കാണാൻ പോയി. ഇതൊക്കെ എങ്ങനെയാണ് പോയി എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ, അന്ന് എനിക്ക് വീൽ ചെയറോ നടക്കാനോ എനിക്ക് സാധിക്കില്ല. അന്നൊന്നും എനിക്ക് നടക്കാൻ സാധിക്കില്ല. പക്ഷെ അന്ന് എനിക്ക് വീൽ ചെയറുള്ള കാരണം നമുക്ക് യാത്ര ചെയ്യാൻ സുഖം, കുഴപ്പമില്ല. അന്ന് എടുത്തിട്ടാണ് എൻ്റെ ചേച്ചി, ഏകദേശം ഈ വെയിറ്റൊക്കെ അന്നുണ്ട് കേട്ടോ എനിക്ക്, എടുത്തിട്ടാണ് എന്നെ ഈ സ്ഥലങ്ങളിലേക്കൊക്കെ കൊണ്ടുപോയി കാണിച്ചു തന്നത്. അപ്പോൾ എനിക്ക് ഈ പാലയൂർ പള്ളിയിലേക്ക് നമ്മുടെ തോമാസ് ലീഗയുടെ ദിവസമാണല്ലോ, ജൂലൈ 3-ാം തീയതി. അപ്പോൾ പാലയൂർ പള്ളിയിലേക്ക് ഇപ്പോൾ അന്ന് പോയപ്പോൾ എനിക്ക് അവിടെ മുഴുവനായിട്ട് കറങ്ങി കാണാൻ എനിക്ക് സാധിച്ചില്ല. എന്നാൽ എടുത്ത് പള്ളിയകത്ത് കൊണ്ടുപോയി വെച്ചു. പള്ളിയകം സോണോസിൻ്റെ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് പോകുമ്പോൾ അങ്ങനെയാണ് ഉണ്ടായത്. അപ്പോൾ എനിക്ക് അവിടെ ഒന്ന് കാണാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു വിഷമം എൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ അവിടുന്ന് കുറച്ച് നാളുകൾക്ക് ശേഷം, ഇപ്പോൾ കുറച്ച് മാസത്തിന് മുന്നേ എനിക്ക് അവിടേക്ക് പോകാനായിട്ട് എനിക്ക് സാധിച്ചു. അവിടെ സാധിച്ചു എന്ന് പറയുന്നത് ഒരു ടൂർ പോലെ പോയതാണ്. അവിടെ ചെന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എല്ലാ സൗകര്യവും ആ പാലൂരുകളിൽ അച്ഛൻ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഭക്ഷണം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതുമാതിരി തന്നെ എൻ്റെ കൂടെ സ്ഥാപനത്തിലെ കുറേ മക്കളും ഉണ്ടായിരുന്നു. സ്ഥാപനത്തിലെ അച്ഛനുണ്ടായിരുന്നു, സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. നല്ല സന്തോഷം നിറഞ്ഞൊരു ദിവസമായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് എല്ലാ സ്ഥലവും എനിക്ക് കാണാൻ എനിക്ക് സാധിച്ചു. അപ്പോൾ അവിടെയുള്ള ഈ കൂടെയുള്ളവരെല്ലാവരും കാണിച്ചു തന്നു. നല്ല സഹകരണം അച്ഛൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് കണ്ടതിന് ശേഷം ഞാൻ എൻ്റെ കൂട്ടുകാരോടൊക്കെ ഞാനൊരു അനുഭവം പങ്കുവച്ചു. അങ്ങനെ അവിടെ പോയപ്പോൾ എനിക്ക് നല്ലൊരു അനുഭവമാണ് ഉണ്ടായിരുന്നത്. അവിടെ എല്ലാം കാണാനെല്ലാം കുളവും കിണറും എല്ലാ സ്ഥലവും എനിക്ക് കാണാൻ സാധിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഭയങ്കര മനസ്സിൽ ഒരു വിഷമത്തോടുകൂടി അവർ പറഞ്ഞു, കാണാൻ ചിലവർക്കൊക്കെ പോയിട്ടുണ്ട്, ചിലർക്കൊന്നും പോകാൻ സാധിച്ചിട്ടില്ല എന്ന്. അപ്പോൾ എൻ്റെ മനസ്സിൽ അത് വലിയൊരു വിഷമമായി മാറി. എന്താണെന്ന് വെച്ചാൽ ഇവരെന്നെ ഒന്ന് കാണിക്കാൻ എന്ത് ചെയ്യും. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള വീടുകളിൽ നിന്ന് സപ്പോർട്ടും നമ്മൾ പറയുമ്പോൾ അവർ ചെയ്യാനും ഒരു മനസ്സുള്ള വീടുകളായിരിക്കണം. ചില വീടുകൾക്ക് ചിലപ്പോൾ നമ്മളെ എവിടേക്ക് പോകണേനും കുഴപ്പമുണ്ടായിരിക്കില്ല, പക്ഷേ നമ്മളെ കൊണ്ടുപോകാനായിട്ട് അവരത്ര മുന്നിൽ ചെയ്തൊന്നും വരില്ല. പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാർക്കും ആഗ്രഹങ്ങളുണ്ട് ഇല്ലേ? എല്ലാവർക്കും, മനുഷ്യനായി പിറന്ന എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ടാവും, എല്ലാം കാണുന്ന ആഗ്രഹമുണ്ടാവും. അപ്പോൾ അതിന് കൂടുതൽ നമ്മുടെ കുടുംബക്കാർ നല്ല സപ്പോർട്ടോടു കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത്ര മനസ്സിന് അത്ര വിഷമം വരില്ല. അപ്പോൾ ചിലർക്കൊന്നും അങ്ങനെ സപ്പോർട്ടില്ലാത്ത അവർ ഉണ്ട്. അപ്പോൾ എനിക്ക് അവരിങ്ങനെ വിഷമം പറഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെ അവരെന്നെ ഈ പാലൂർ പള്ളിയിലേക്ക് മുത്തപ്പൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ സാധിക്കും എന്നെൻ്റെ മനസ്സിലൊരു ചിന്ത കടന്നു. അങ്ങനെ എനിക്ക് ചെറിയൊരു ഫണ്ട് കണ്ടെത്തണ്ടേ. നമുക്ക് ഫണ്ട് കണ്ടെത്താതെ വണ്ടി കാശ് അത്യാവശ്യം വലിയൊരു ഓട്ടോ വിളിക്കുന്ന ഒരു പൈസ വരും നമുക്ക് ഓരോ സ്ഥലങ്ങളിൽ വരുന്നു. അപ്പോൾ അതിന് ഞാൻ നല്ല മനുഷ്യരോട് കുറച്ച് പേരോട് പറഞ്ഞു. അപ്പോൾ അവർ എന്നെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് എത്ര ദൈവത്തോട് നന്ദി പറഞ്ഞാലും മതിയാവില്ല സപ്പോർട്ട് ചെയ്തു. അങ്ങനെ കുറച്ച് പേര്, ഒരു 15 പേരുണ്ട് ചോട ആൾക്കാരായിട്ട് അവിടെ ചെന്ന് അച്ഛനോടും അവിടെയുള്ള പള്ളിയിലത്തെ മതസംഘടനയുള്ള ആൾക്കാരോട് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, വരുന്നുണ്ട്, നിങ്ങൾക്ക് അവിടുത്തെ നേർച്ച കഞ്ഞിക്ക് തരണം കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേർച്ച കഞ്ഞിക്കോടെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവർ. അങ്ങനെ അവിടെ എല്ലാം നിങ്ങൾക്ക് കൊണ്ട് കാണിച്ചു തന്നു. അപ്പോൾ എല്ലാവർക്കും നിങ്ങൾക്ക് അച്ഛൻ നിങ്ങളുടെ കൂടെ ഇരുന്ന് കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഭയങ്കര സന്തോഷം നിറഞ്ഞ ഒരു ദിവസമായിരുന്നു അന്നത്തെ ഒരു ദിവസം, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പം ജൂലൈ 13-ാം തീയതി അനേകം സഹോദരങ്ങൾ പള്ളിയിലേക്ക് പോകും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ്. നമ്മുടെ ചുറ്റുമുള്ളവർക്ക് അന്ന് നമുക്ക് കൊണ്ടുപോകാൻ സാധിച്ചില്ലെങ്കിലും ഇങ്ങനെയൊക്കെ ഇവരുടെയൊക്കെ മനസ്സിൽ ഇങ്ങനത്തെ സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒന്നില്ലെങ്കിൽ പൈസ കൊണ്ട് സഹായിക്കുക, അല്ലെങ്കിൽ അവരെ കൊണ്ടുപോകാൻ ഏതെങ്കിലും തരത്തിൽ കൊണ്ടുപോകാനായിട്ട് സഹായിക്കുക.
അങ്ങനെ നല്ല മനുഷ്യരാണെങ്കിൽ ചെയ്യണം എന്ന് എനിക്ക് പറയുന്നത്. നമ്മൾ ഒരു മനുഷ്യൻ്റെ ഒരു വേദന ജീവിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ അവർക്ക് സാധിച്ചു കൊടുക്കുന്നത്. അത് കുടുംബമായാലും നാടായാലും വീടായാലും ആരായാലും ചെയ്തു കൊടുക്കേണ്ടത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ. മരണശേഷം നമ്മൾ അതിനെക്കുറിച്ച് പശ്ചാത്താപിച്ചിട്ടോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ത്യാഗങ്ങൾ ചെയ്തിട്ടോ ഫലമുണ്ടാവുമോ എനിക്കറിയില്ല. എന്തായാലും ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയുള്ള മക്കൾക്കൊക്കെ നല്ല മനുഷ്യരായി ഹെൽപ്പ് ചെയ്യുക. അവരുടെ ആഗ്രഹങ്ങൾക്ക് സാധിച്ചു കൊടുക്കണം. എല്ലാവരും നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും പറഞ്ഞ് നിർത്തുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞാൻ എന്നും പറയുന്നത് പോലെ ഇന്നും പറയുകയാണ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലിന് സപ്പോർട്ട് ചെയ്യുക. ഈ ചാനൽ സപ്പോർട്ട് ചെയ്താലാണ് എനിക്ക് ഈ ചാനലിനെ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ ഒരു സപ്പോർട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ചെറിയൊരു സഹായം നന്മ ചെയ്താൽ മതി കേട്ടോ. അപ്പം എല്ലാവർക്കും ബായ്. നീ പാഴംപൊരി മേടിച്ചാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേടിച്ചു പോയാൽ മതി. അല്ലെങ്കിൽ നീ ഇവിടെ ഒരു ബക്കറ്റ് 2 ബക്കറ്റ് കൂട്ടി വെച്ചു. അപ്പൊ അമ്മ ഇതൊന്ന് പിടിച്ചേന്ന് പറഞ്ഞു. അപ്പൊ ഞാനും വിചാരിച്ചു പെട്ടെന്ന് ഊരി പോരുന്നതല്ലേ. ചോദിച്ചു അച്ഛൻ വരുന്നുണ്ടെന്ന്. പക്ഷെ മോളിൽ കൂടെ പോണില്ല കേട്ടോ ഇതൊന്നും. ഇതൊന്നും പോണില്ല. ഞാൻ അപ്പുറത്തെ ഡോർ ഒന്ന് തുറന്നോക്കെ അപ്പൊ കുറച്ച് ലൈറ്റ് ഫോട്ടോ എടുത്ത് മുട്ടി മഴ അല്ലേ കണ്ടൊക്കെ Thank you.
ആ അങ്ങനെ നമ്മുടെ ജലന വലിയ തോമാസുകാരുടെ അടുത്ത് എത്തിക്കഴിഞ്ഞു. നല്ല ഭയങ്കര ആകാംക്ഷയിലാണ് നിൽക്കുന്നത്. നല്ല ഇഷ്ടപ്പെട്ടാ? തീർച്ചയായും. അപ്പൊ ഞാൻ തോമസ് ശ്ലീഹയുടെ മണ്ണില് പാലയൂർ പള്ളിയിൽ വന്ന് നിൽക്കുകയാണ്. വലിയ നല്ല വലുപ്പത്തിലുള്ള ഒരു തോമസ് ശ്ലീഹയുടെ രൂപമാണ് കേട്ടോ. ഞാൻ ഇതുവരെ വന്നിട്ടുണ്ട്, പക്ഷെ ഓർമ്മയില്ലായിരുന്നു. ഇപ്പോഴാണ് ശരിക്കും കണ്ടത്. ഇത്രയും വലിയ തോമസ് ശ്ലീഹയുടെ രൂപം, പ്രതിമ ഉണ്ടെന്നുള്ളത്. അപ്പൊ ശരി. ആ ഒക്കെ ഇടണേട്ടാ. എനിക്ക് പറഞ്ഞോ വെള്ളം കിട്ടായല്ലോ. ഞാൻ അടുത്തന്നാ ചേച്ചി കൂട്ടിക്കേ. അവൾക്ക് മേലെ കയറാനുള്ള മടി കൊണ്ട് നിക്കാണ്. മാതാവ് എന്നോട് ക്ഷമിക്കുകയും ജലന ആനകട പിടിച്ചു. എന്ത് ഫോട്ടോ ആണോ? മാതാവ് കുളത്തിന്റെ അവിടുത്തെ മാതാവാണ്. ഈ വെള്ളത്തിന്റെ നടുക്കാണ് താമര തോന്നുന്നു. താമരയുടെ നടുക്കാണ് മാതാവ്. രണ്ട് ആനകള് അങ്ങനെ കിരീടം സൂപ്പറായിട്ട് നിന്നിട്ടുണ്ട്. ഒരു ഫോട്ടോ എടുത്തേടി.